അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അദ്ദാദിലെ ദിക്റുകളുടെ മഹത്വങ്ങൾ 15 ക്ലിപ്പുകളിലായി അദ്ദാദിലെ മുഴുവൻ ദിക്റുകളുടെയും മഹത്വങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ദിക്റുകളുടെ മഹത്വങ്ങൾ ഇതിന്റെ മുമ്പ് 5 ക്ലിപ്പുകളിലായി വന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കേട്ട് മനസ്സിലാക്കണം. ഈ ചാനലിൽ അത് ഉണ്ട് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. 6ാമത്തെ ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്റാണ്. വളരെയധികം മഹത്വമുള്ള പുണ്യമുള്ള ദിക്റാണ്. മാനപ്പെട്ട നബവി ഇമാം അവിടുത്തെ അദ്കാർ എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം. സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറയിൽ നിന്ന് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഖാല അവർ പറയുന്നു, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി, ഒരു പുരുഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ലഖീതു മിൻ അഖറബിൻ ലദഗ്തനി അൽ ബാരിഹ, ഇന്നലെ ലദഗ്തനി അൽ ബാരിഹ, ഇന്നലെ എന്നെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു തേള് വന്നുകൊണ്ട് കുത്തി. അധിക ദിവസവും ഇങ്ങനെ തേളുകൾ എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ ഇന്നക ലൗ ഖുൽതൈന അംസൈത, നീ കിടക്കാൻ സമയത്ത്, നീ വൈകുന്നേരമാകുന്ന സമയത്ത് നീ പറഞ്ഞിരുന്നെങ്കിൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്നുറങ്ങുന്നതിന് മുമ്പ് നീ പറഞ്ഞുകൊണ്ടാണ് കിടന്നിരുന്നതെങ്കിൽ ലം തളുറക ലൻ യളുറക, ആ തേള് നിന്നെ ബുദ്ധിമുട്ടാക്കുമായിരുന്നില്ല എന്ന്. ഒരു റിപ്പോർട്ടിലും മൻകാല സലാസൻ, ഒരാൾ 3 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ലം യളുറഹു ശൈഉൻ, തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻകാല സലാസ മറഅത്തിൻ, 3 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ലം യളുറഹു ഹുമ്മ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവനിക്ക് പനി വരികയില്ല. വേറെ ഹദീസിൽ ലം യളുറഹു ശൈഉൻ, ഒന്നും അവനെ ബുദ്ധിമുട്ടിക്കുകയില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളെ തൊട്ടും അത് സംരക്ഷണമാണ് എന്നർത്ഥം. വലിയ മഹത്വമുള്ള ദിക്റാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന ദിക്ർ. സഹീഹ് മുസ്ലിമിലും അതേ പ്രകാരം തന്നെ മുഅത്ത എന്ന് പറയുന്ന മാലിക് ഇമാമിന്റെ കിതാബിലും തുർമുദി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിലുമൊക്കെ ഖൗല ബിൻത് ഹകീം എന്നവരിൽ നിന്ന് റളിയല്ലാഹു അൻഹ, ഹകീമിന്റെ മകൾ ഖൗല എന്നാണ് അതിന്റെ അർത്ഥം, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലത്ത് അവർ പറയുകയാണ്, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മൻ നസല മൻസില, ഒരാളൊരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിച്ചാൽ, ഉമ്മക്കാല, അവിടെ ഇറങ്ങിയ ഉടനെ അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ വേണ്ടി ചൊല്ലുമ്പോ അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ അവൻ പറഞ്ഞ, അത് യാത്രയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊക്കെ പറ്റും എന്ന് പറഞ്ഞാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ചൊല്ലിയാൽ ലം യളുറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക്, ആ സ്ഥലത്ത് നിന്ന് പിന്നെ യാത്ര പോകുന്നത് വരെ അവന് ഒന്നും ബുദ്ധിമുട്ടാക്കുകയില്ല എന്ന് ഈ പറഞ്ഞ കിതാബിലൊക്കെ ഉണ്ട്.
സഹീഹ് മുസ്ലിമിലുണ്ട്, മുവത്ത മാലിക് ഇമാമിന്റെ മുവത്ത എന്ന കിതാബിലുണ്ട്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് തുർമുദി എന്ന ഹദീസിന്റെ കിതാബില് ഒക്കെ കാണാൻ സാധിക്കും. വലിയ പുണ്യമുള്ളത്. ഇവിടെ അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ടാണ് അള്ളാഹുവിനോട് അഭയം തേടുന്നത്. അഊദു ബികലിമാത്തില്ലാഹി, അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ട് ഞാൻ അഭയം തേടുന്നു. പൂർണ്ണമായ മിൻ ശർരി മാ ഖലഖ, അല്ലാഹ് സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെ ഷർറിനെ തൊട്ടും എന്നാണ്. എന്ത് ഷർറുണ്ടെങ്കിലും അതിനെ തൊട്ട് കാവലിനെ ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ കലിമത്തിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് വലാ മുബദ്ദില ലികലിമാത്തി, അള്ളാഹുവിന്റെ കലിമത്തുകൾക്ക് മാറ്റമില്ല. കുല്ലഹു കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, സമുദ്രം എന്റെ റബ്ബിന്റെ കലിമത്തുകൾ എഴുതാൻ വേണ്ടി മഷിയായ ലനഫിദൽ ബഹ്റു, ആ സമുദ്രം തീരുകയില്ലാതെ അള്ളാഹുവിന്റെ കലിമത്ത് തീരുകയില്ല. അത്രക്കും വലിയ മഹത്വമുള്ള കലിമത്താണ് അള്ളാഹുവിന്റെ കലിമത്ത്. അങ്ങനെയുള്ള ആ കലിമത്ത് കൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനോട് അഭയം തേടുന്നത്, ചോദിക്കുന്നത്. ഏതാണ് ഈ കലിമത്ത് എന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായം ഉണ്ടെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കലിമത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നത് കലിമത്താണ്. അതേ പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹ് കലിമാത്തുകളെ കൊണ്ട് പരീക്ഷിച്ചു എന്ന് പറഞ്ഞത് അസ്റു ഖിസാലിൻ, അത് 10 കാര്യങ്ങളാണ്. ഇങ്ങനെ കലിമത്തുകൾ വിവിധ അർത്ഥത്തിന് വന്നിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞ കലിമത്ത് കലിമത്തുല്ലാഹിയൽ ഉല്യ, അല്ലാഹുവിന്റെ ഏറ്റവും ഉന്നതമായ കലിമത്താണ്. ആ കലിമത്ത് കൊണ്ട് അല്ലാഹുവിനോട് അഭയം തേടിയാൽ എല്ലാ ശർറിനെ തൊട്ടും രക്ഷ കിട്ടും. വിഷജന്തുക്കളൊന്നും തന്നെ എത്ര വലിയ കാട്ടിലൂടെ പോവുകയാണെങ്കിലും നമ്മെ ആക്രമിക്കുകയില്ല. ഈ ദിക്ർ ചൊല്ലിയ വിഷം ഏറ്റാൽ തന്നെയും അതിനെ മന്ത്രിക്കുവാൻ ഈ ദിക്ർ വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ ദിക്ർ അദ്ദാദിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സുഹൃത്തുക്കളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വിജയികളിൽ നമ്മെയും അവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈ ചാനലിൽ അംഗങ്ങളായ 2000-ൽ പരം ആളുകളുണ്ട്. അവരെയൊക്കെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുകയും എല്ലാവിധ ഖൈറും ഐശ്വര്യവും റാഹത്തും അവർക്കൊക്കെയും അല്ലാഹു പ്രദാനം ചെയ്യുകയും അല്ലാഹു വിജയികളിൽ അവരെയും നമ്മെയും ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.